സാധാരണ നാട്ടിൻപുറങ്ങളിലും വീടുകളിലും കണ്ടുവരുന്ന ഈ ചെടിയെ സോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ? നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഏവരെയും യു പ്ലാന്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ധാരാളം ഔഷധ ഗുണങ്ങളും അലങ്കാര സസ്യമായും ഉപയോഗിച്ചു വരുന്ന കാരിക്കേച്ചർ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ചെടിയെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ക്രോട്ടൺ പ്ലാന്റ് എന്നും ഈ ചെടി അറിയപ്പെട്ടു വരുന്നുണ്ട്. അതുകൂടാതെ ജമൈക്കൻ ക്രോട്ടൺ പ്ലാന്റ് എന്നും ഈ ചെടിയെ അറിയപ്പെട്ടു വരുന്നുണ്ട്. കൂടുതലായി ആളുകൾ ഉപയോഗിക്കുന്നത് കാരിക്കേച്ചർ പ്ലാന്റ് എന്ന് തന്നെയാണ്. ഈ ചെടിയുടെ പ്രധാന വിവരങ്ങളിലേക്ക് പോകാം. ക്രാപ്റ്റോഫില്ലം പിക്ടം എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ഈ ചെടി അറിയപ്പെട്ടു വരുന്നത്. ഇത് അക്കാന്തസ്യ കുടുംബത്തിലാണ് ഈ ചെടി ഉൾപ്പെടുന്നത്. ഒന്നാമതായി ഈ ചെടിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഇലകൾ തന്നെയാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. 2 സ്പീഷീസുകളിലായിട്ടാണ് ഈ ചെടി സാധാരണ കണ്ടുവരുന്നത്. ഒന്നാമതായി പച്ചയിൽ മഞ്ഞ കളറോടുകൂടിയ ഇലകളും രണ്ടാമതായി പിങ്ക് കലർന്ന ചുവപ്പോടുകൂടിയ ഇലകളുമാണ് കാണപ്പെടുന്നത്. ഭംഗിയുള്ള കളറുകളാണ് ഈ ചെടിക്കുള്ളത്. ഇവ സാധാരണയായി പൂന്തോട്ടങ്ങളിൽ ഹേജ് സസ്യമായാണ് ഉപയോഗിച്ചു വരുന്നത്. ഇതിന് ചെറിയ നീല കളറുള്ള പൂക്കളുണ്ടാകാം. എന്നിരുന്നാലും ആകർഷണീയത ഇതിൻ്റെ ഇലകൾ തന്നെയാണ്. മൂന്നാമതായി ഈ ചെടിയുടെ വളർച്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇടത്തരം വേഗതയിൽ വളരുന്ന ചെടിയാണിത്. പൂർണ്ണ സൂര്യപ്രകാശത്തിലും എന്നാൽ തണൽ പ്രദേശങ്ങളിലും വളരുന്ന ചെടിയാണിത്. നന്നായി ജലസേചനമുള്ള ഇളക്കമുള്ള മണ്ണാണ് ഈ ചെടിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. മിതമായ രീതിയിലുള്ള ജലസേചനമാണ് ഈ ചെടിക്ക് ആവശ്യമുള്ളത്. അമിതമായി ജലസേചനം ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ ഇലകൾ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ത്യ, ശ്രീലങ്ക, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലാണ് ഈ ചെടി സാധാരണയായി കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കാലാവസ്ഥക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ചെടി തന്നെയാണിത്. സ്റ്റെം കട്ടിംഗ് മുഖേനയാണ് ഈ ചെടിയെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ഈ ചെടിക്ക് ധാരാളം ഔഷധ ഗുണങ്ങളുള്ളതായി പറയപ്പെടുന്നു. ഈ ചെടിയുടെ ഇലകളിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ളതിനാൽ ഇതിൻ്റെ ഇലകൾ ചതച്ചരച്ച് ചെറിയ മുറിവുകളിൽ അല്ലെങ്കിൽ പൊള്ളലുകൾ ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ പുരട്ടിയാൽ ശമനമുണ്ടാകുമെന്നും പറയപ്പെടുന്നു. അതുകൂടാതെ ചെറുപുണ്ണുകൾ, അലർജി, ക്ഷീണം, മസിലുകൾക്കുണ്ടാവുന്ന വേദന എന്നിവയ്ക്കൊക്കെ ഈ ചെടിയുടെ ചാറുകൾ ഉപയോഗിച്ചു വരുന്നതായി പറയപ്പെട്ടു വരുന്നു. അതുകൂടാതെ ഈ ചെടിയുടെ നീര് ചില ബാക്ടീരിയ, ഫംഗസ്, വൈറസ് എന്നിവയ്ക്കെതിരെ പ്രവർത്തിക്കാൻ സഹായിക്കുന്നുണ്ടെന്ന് ചില ഗവേഷണങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. ഈ ചെടി നടുന്നതിനായി 1% മണലും 1% വളവും ചേർത്ത നടീൽ മിശ്രിതം തയ്യാറാക്കുന്നതാണ് ഉചിതം. അതുകൂടാതെ അധികമുള്ള വെള്ളം ഒഴുകിപ്പോകുന്നതിനായി നടുന്ന സമയത്ത് കുറച്ച് കല്ലുകളോ അതുമല്ലെങ്കിൽ കട്ടകളോ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അവസാനമായി നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യത്തിലേക്ക് കടക്കാം. സോപ്പ് നിർമ്മാണത്തിന് ഈ ചെടി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വീഡിയോയുടെ തുടക്കത്തിൽ ചോദിച്ചത്. ഈ ചെടിയുടെ ഇലകൾ ചതച്ച് അതിൻ്റെ നീരുകൾ പഴയ കാലങ്ങളിൽ സോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിച്ചു വരുന്നതായി പറയപ്പെട്ടു വരുന്നുണ്ട്. ഇതിൻ്റെ ഇലകൾ നല്ല ഔഷധ ഗുണമുള്ളതിനാലും ഇതിൻ്റെ ഇലകളിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി അഥവാ പ്രതിരോധ ഗുണങ്ങളുള്ള സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാലും പണ്ട് കാലങ്ങളിൽ സോപ്പിന് പകരം കാരിക്കേച്ചർ പ്ലാന്റിൻ്റെ ഇലകൾ ഉപയോഗിച്ചു വരുന്നതായി പറയപ്പെട്ടു വരുന്നുണ്ട്. കാരിക്കേച്ചർ പ്ലാന്റിനെ കുറിച്ചുള്ള വിവരണം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ടിപ്പുകൾക്കും ട്രിക്സുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻ ദിസ് വീഡിയോ.